ഹായ് ഫ്രണ്ട്സ്, രാവിലെ തന്നെ ഇത്രയും ഹാപ്പിയായിട്ട് ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിനെ കാണാനാണ്. അപ്പോൾ അവൾ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചു. എൻ്റെ ബ്രദർ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അങ്ങനെ എൻ്റെ തലയിലിരിക്കുന്ന ഹെൽമെറ്റ് വെച്ച് പകുതി ദൂരം വന്നപ്പോഴാണ് മനസ്സിലായത് ഹെൽമെറ്റ് തിരിച്ചു വെച്ചില്ല. അങ്ങനെ ഹെൽമെറ്റൊക്കെ തിരിച്ചു വെച്ച് ഞാൻ ട്രെയിനിൽ കയറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. അങ്ങനെ ഒരു കേക്കൊക്കെ വാങ്ങി ഞാൻ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ അനിയൻ പോയപ്പോഴേ പറഞ്ഞു, ചേച്ചി ഉറങ്ങിക്കളയരുത്, ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ചെന്നിറങ്ങും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങാതെ അലേർട്ടായിട്ടിരുന്നു. ബിക്കോസ് ട്രെയിൻ മുംബൈയിലേക്കുള്ള ട്രെയിനാണ്. ഹിന്ദി നമുക്ക് അറിയാത്ത ഭാഷ ആയതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ നിന്നില്ല. പിന്നെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ബിക്കോസ് ആലപ്പുഴ വഴിയുള്ള ട്രെയിനായിരുന്നു. അപ്പോൾ കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളില്ലേ. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ അങ്ങനെ എറണാകുളത്തെത്തി. എത്തിയ ഉടനെ തന്നെ ഒരു യൂബറൊക്കെ പിടിച്ച് നേരെ അവളുടെ ഫ്ലാറ്റിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. അങ്ങനെ കുറേ നേരം യാത്ര ചെയ്ത് ഞാൻ അങ്ങനെ ഫ്ലാറ്റിലെത്തി. തുറക്കടി, കുറച്ച് എക്സ്പ്രഷൻ നീ വാങ്ങിച്ചിരുന്നത്. ഹലോ ഹലോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തവന്. എനിക്ക് 437 ഫോളോവേഴ്സേ ഉള്ളൂ. നല്ല ലോക്കറ്റ് ഞാൻ കണ്ടില്ല. നോക്കട്ട്, ലോക്കറ്റും കൂടെ കാണിക്കാം. നല്ല ഭംഗിയുണ്ട്, നല്ല കളറ്. കൊള്ളാമോ? മഹാറാണിയുടെ പ്രൊമോഷൻ. അനശ്വര ഇതേപോലത്തെ ഞാൻ വാങ്ങിച്ചു. പക്ഷെ ഈ ലോക്കറ്റ് ഇങ്ങനത്തെ കിട്ടിയില്ല. പെട്ടി നീ വെക്കോ? എവിടെ കൊണ്ട് വെക്കും? അവിടെ വെക്കാൻ പറ്റുമോ? എന്നാലും നല്ലതായിരിക്കും. എന്താ ഇത്? ഇപ്പോഴത്തെ മാങ്ങയിൽ ഇന്നാളത്തെ മാങ്ങ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എടുത്തോ. ഇത് കണ്ടാ നീ? എന്താ ചോറ് ഇതാക്ക്. മതി മതി മതി. അയ്യാമിന്റെ ഡയറ്റ്. ഇതെന്തൊരു കറി? അത് രസമുണ്ട്. ഒഴിച്ചോ. തേങ്ങയാണത്, തേങ്ങ അരച്ചതാണ്. ക്യാപ്സിക്കോ? ക്യാപ്സിക്കല്ലടി. എന്താന്നറിയാമോ? മെത്തോല്, മറ്റേ പീര അറിയാമോ ഉണ്ടാക്കാൻ? ഇല്ല. അങ്ങനെ ഒരു സ്റ്റെപ്പ് യുദ്ധം ഞാനും ഋതുവായിട്ട് കഴിഞ്ഞ് ഋതു പോയി കിടന്നുറങ്ങി. എന്നിട്ട് അവ എണീറ്റ് ഒരു ഓംലെറ്റൊക്കെ കഴിക്കുന്ന സീനാണ്. അതുകൊണ്ടാണ് മര്യാദയ്ക്ക് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ യുദ്ധം തുടങ്ങി. പിക്കപ്പൂന് വേണ്ടി എത്ര ഉമ്മ തരും? മതി മതി മതി. ഓക്കെ, ഇനി നമുക്ക് പിക്കപ്പ് പോവാ. എന്തൊരു വേണം? ഋതു നല്ല ബേബി, ഗുഡ് ബേബി ആണോ? ഒന്നും മിണ്ടണില്ല ഋതു. പിക്കപ്പ് വേണോ? എത്ര പിക്കപ്പ്?
എവിടെ പോവുകയാണ് ഗൈസ്? ഞാനും ഋതു യൂട്യൂബറാണ്. എടി ഇങ്ങോട്ട് നോക്കടി, സുന്ദരിയായിട്ടൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ കുട്ടി യൂട്യൂബർ ഋതു. എല്ലാവരും ഋതുവിൻ്റെ യൂട്യൂബ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഋതുവിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ എന്നെ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പൈസ എന്തിന്? ഓട്ടോയിൽ പോവാൻ പൈസ വേണോ? പൈസ വേണോ? ഓക്കെ. മമ്മീനോട് മമ്മി റൂമിൽ പോകാം. മമ്മിന് വേണ്ട ഓരോ ബിസ്ക്കറ്റ് വാങ്ങിത്തരാം. പൈസ ഇല്ല ശബരിയുടെ കയ്യിൽ, പിന്നെ എങ്ങനെ വാങ്ങിച്ചില്ല? പൈസ മമ്മിയുടെ കയ്യിലല്ലേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെ പ്ലേറ്റ് മാറും നോക്കാം. കൈ പതുക്കെ ഒന്ന് വിടുന്നുണ്ട്. വലിയ പൈസ ഇല്ലല്ലോ. മമ്മിയുടെ കയ്യിലല്ലേ പൈസ ഉള്ളൂ. നീ പോയി ഓരോ ബിസ്ക്കറ്റ് എടുക്ക. അമ്മ പൈസ കൊടുത്ത് ബില്ലടക്കൂന്ന്. ഞാൻ ബില്ലൊന്നും അടക്കൂല. തക്കുള്ളൂ ഒരു ഉമ്മറ്റാ ബില്ലടുത്ത ഒരു പക്കും. അമ്മീനെ അല്ലല്ലോ പറ. നിന്നെ ഇപ്പൊ ഇഷ്ടമല്ല മിണ്ടല്ലെന്ന് പറഞ്ഞു. ഇഷ്ടമുണ്ടല്ലോ പൊന്നു. മമ്മീന്റെ വാവേണ്. മമ്മീന് ഇഷ്ടമുണ്ട് വാവേ. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റിന് പോയ ആള് ഐസ്ക്രീമും വാങ്ങിയാണ് തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കാൻ നേരം നാളെ കുറച്ചധികം ജോലി ഉള്ളത് കൊണ്ട് നമ്മളങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പച്ചമാങ്ങ സ്പെഷ്യൽ റെസിപ്പീസ് ഫ്രം സന്ധ്യ. പച്ചമാങ്ങ നമ്മൾ പച്ചക്കറി എല്ലാം ഇന്ന് കട്ട് ചെയ്ത് വെക്കും അല്ലേ? ഉള്ളി അരിയണത് ഞാൻ കണ്ടരിയണത് ഒന്നുകൂടെ 3 മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. കുറച്ച് സമയം ഒന്ന് വാട്ടാം. നാളെ കുറച്ചധികം ജോലികളുള്ളത് കൊണ്ട് തന്നെ ഇന്ന് ചിക്കൻ കറി വെച്ച് വെക്കാമെന്ന് കരുതി. അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. സന്ധ്യയാണ് ചിക്കൻ കറി വെക്കുന്നത്. ബിക്കോസ് അവൾ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആർക്കും അറിയാത്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണേ. ഉള്ളി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്. അതുകൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. ഞാൻ സാധാരണ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഉള്ളി വഴറ്റിയെടുത്തു. മറിച്ചൊക്കെ വഴറ്റിയിട്ടുണ്ടല്ലോ. തിരിച്ചു മുറിച്ചു എല്ലാം ഉള്ളി മുറിച്ചിട്ടുണ്ടല്ലോ. ചില നീളത്തില്, ചിലക്ക് മറ്റേ ചതുരത്തില്. കണ്ണെഴുതിട്ട് പിന്നെ കണ്ണ് കാണാൻ പറ്റാതെ എങ്ങനെയൊക്കെ. ചെറിയ ഉള്ളി മുറിച്ചിട്ടില്ലേ? മുറിക്കണോ? വഴണ്ട് കിട്ടൂലേ? അതൊക്കെ നല്ല വഴണ്ട് കിട്ടും. പിന്നെ ചൂടാക്കി വച്ചേക്കുന്ന പൊടികൾ കൂടി നമുക്ക് ഈ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ കടുകൂറ നല്ലപോലെ നമ്മളൊന്ന് ഈ മസാലയൊക്കെ ഒന്ന് ഉള്ളിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൽ പൊടി കുറവായതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം 2 തക്കാളി കട്ട് ചെയ്തതും കൂടെ നമ്മൾ
നമുക്ക് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇളക്കാം. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ സാറിനെ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് ഷവാരി ഷവാരി എന്ന് കിടന്ന് വിളിക്കുന്നതാണ്. അതാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. ഇത് നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കറി അവിടെ സെറ്റായി വരുന്ന സമയത്ത് ഞങ്ങളുടെ ഡിന്നർ ഇന്ന് പപ്പായയാണ്. അങ്ങനെ പപ്പായ കട്ട് ചെയ്ത് കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ നേരത്ത് പണ്ടാരം കുത്തിയനക്കയും വരുന്നില്ല, മനുഷ്യനെ നാണം കിടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് സ്റ്റൈലിലൊക്കെ എടുത്ത് ഞാനങ്ങനെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത യുദ്ധം തുടങ്ങി. യുദ്ധത്തിനൊടുവിൽ ഇവിടുത്തെ കഥാനായകൻ ഉറങ്ങി. അങ്ങനെ ഞങ്ങളും പോയി കിടന്നുറങ്ങി.